ACCA അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ്. എന്താണ് ACCA? ACCAയിൽ എത്ര പേപ്പർ ഉണ്ട്? ആർക്കൊക്കെ ACCA പെർസ്യൂ ചെയ്യാം? ACCA പഠിച്ചാൽ ജോലി കിട്ടുമോ? ഇതൊക്കെയാണ് മിക്ക പിള്ളേരുടെയും കൺസേൺ. ആ കൺസേൺസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ACCA പേപ്പേഴ്സ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി മാത്തമാറ്റിക്കൽ നോളജ് ആവശ്യമുണ്ടോ? ടെക്നിക്കലി വേണ്ട. ACCയുടെ പേപ്പേഴ്സ് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വെരി ബേസിക്സ് തൊട്ട് പ്രൊഫഷണൽ നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ്. അതുകൊണ്ട് മാത്തമാറ്റിക്കൽ നോളജ് ഉള്ള ഒരു വ്യക്തി മാത്രമേ ACCA ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഒന്നുമില്ല. 13 പേപ്പേഴ്സ് ഓഫ് ACCA പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളൊരു ACCA പ്രൊഫഷണൽ ആകുമോ? 13 പേപ്പേഴ്സ് മാത്രം പാസ്സായാൽ നിങ്ങളൊരു ACCA പ്രൊഫഷണൽ ആകുമോ? ഒരു ACCA പ്രൊഫഷണൽ അല്ലെങ്കിൽ ACCA അഫിലിയേറ്റ് ആവാൻ വേണ്ടി 13 പേപ്പേഴ്സിൻ്റെ നോളജ് മതി. എന്നാൽ നിങ്ങളൊരു ജോലിയിലേക്ക് കയറുമ്പോൾ എംപ്ലോയർ കുറച്ചും കൂടി സ്കിൽസ് ഇൻഡിവിജ്വൽസിൽ നിന്ന് പ്രതീക്ഷിക്കും. എന്തൊക്കെയാണ് കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കിൽസ് നിങ്ങൾക്ക് ACCയുടെ ഒപ്പം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്? MS ഓഫീസ്, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ലൈക്ക് സെറോ, ക്വിക്ക് ബുക്സ്, ഇതിൻ്റെ നോളജ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ACCA പ്രൊഫഷണൽ ആവാം. നല്ലൊരു ജോലിയിലേക്ക്, നല്ലൊരു ബിഗ് 4 അക്കൗണ്ടിങ് ഫേംസിലേക്ക് നിങ്ങൾക്ക് പ്ലേസ് ആവാൻ പറ്റും. എന്ത് ലെവൽ ഓഫ് പ്രിപ്പറേഷനാണ് ACCA എക്സാംസിന് നമ്മൾ പുട്ട് ഫോർവേഡ് ചെയ്യേണ്ടത്? ACCA എക്സാംസ് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് പേപ്പേഴ്സിനും ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ആണ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ACCA പേപ്പേഴ്സ് നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും? ACCA പേപ്പേഴ്സിന് വേണ്ട പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഓരോ പേപ്പേഴ്സിനും ഓരോ രീതിയിലുമാണ്. ഫോർ എക്സാമ്പിൾ സ്ട്രാറ്റജിക് ബിസിനസ് ലീഡർ ആണെങ്കിൽ തിയറിറ്റിക്കൽ നോളജിന് പുറമേ നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. വേറാസ് ടാക്സേഷനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങോ അതിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് തിയറിറ്റിക്കൽ നോളജും കൂടെ അത്യാവശ്യമായിട്ട് ഉണ്ട്. സോ ഇറ്റ് ഡിഫേഴ്സ് അക്കോർഡിംഗ് ടു ദി പേപ്പേഴ്സ്. ACCA സ്റ്റുഡൻസ് എക്സാം എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഫസ്റ്റ്, ടൈം മാനേജ്മെൻറ്റ്. മിക്ക പിള്ളേരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ടൈം കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്നില്ല. എങ്ങനെ ടൈം മാനേജ് ചെയ്യാം? നിങ്ങളുടെ ടോട്ടൽ മാർക്സും നിങ്ങളുടെ ടോട്ടൽ ടൈമും മനസ്സിലാക്കിയിട്ട് ഓരോ മാർക്കിനും എത്ര മിനിറ്റ് വെച്ച് വേണം എന്ന് ഒരു മുൻകൂട്ടി അറിയുവാണെങ്കിൽ, അല്ലെങ്കിൽ മുൻകൂട്ടി നിങ്ങൾ ഡിറ്റർമൈൻ ചെയ്യുവാണെങ്കിൽ അത് ഫോളോ ചെയ്ത് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ ക്ലിയർലി ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് വൺ, ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ. കറക്റ്റായിട്ടുള്ള സബ്ജക്റ്റ് നോളജും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട് മിക്ക പിള്ളേരും 49-48 എന്ന് പറയുന്ന മാർക്സിൽ ഫെയിൽ ആവുന്നു. പ്രോപ്പറായിട്ടുള്ള നോളജും പ്രോപ്പർ റിവിഷൻ ഹാൻഡിൽ ചെയ്തും പ്രോപ്പറായിട്ടുള്ള റിക്വയർഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാം. +2 അഥവാ BCom കഴിഞ്ഞ് നിങ്ങളൊരു നോർമൽ കോഴ്സ് ചെയ്യാതെ പകരം ഒരു ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയെങ്കിൽ ACCA എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾക്കൊരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. എന്താണ് ACCA? അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ്. നിങ്ങൾ +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ വ്യക്തിയാണോ? ആൻഡ് ഒരു നോർമൽ കോഴ്സ് നിങ്ങൾ +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ വ്യക്തിയാണോ? ഒരു നോർമൽ കോഴ്സ് ചൂസ് ചെയ്യാതെ ഒരു പ്രൊഫഷണൽ, ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയെങ്കിൽ ACCA എന്ന് പറഞ്ഞ കോഴ്സ് എന്തുകൊണ്ടൊരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. എന്താണ് ACCA? അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ്. ചുരുങ്ങിയ സമയം കൊണ്ട് മിതമായ ഫീസിൽ ഉയർന്ന ഒരു ഇൻ്റർനാഷണൽ ക്വാളിഫിക്കേഷൻ ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ISSD ഒരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. ISSDയിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് ACCA പേപ്പേഴ്സ് മാത്രമല്ല പാസ്സാവുന്നത്, ഒരു ACCA പ്രൊഫഷണലും കൂടിയാണ് ആവുന്നത്. ACCA പ്രൊഫഷണൽ ആവാൻ വേണ്ടി നിങ്ങൾക്ക് അഡീഷണൽ സ്കിൽസ് ആയ എക്സൽ നോളജ്, ടാലി, സോഹോ എന്ന് പറയുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ആൻഡ് ഓഫ് ദ ഷെൽഫ് സോഫ്റ്റ്വെയർസ് എല്ലാം ISSD നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു.